ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുണ്ടല്ലോ പതിവ് പോലെ തന്നെ 5 മണിക്ക് ഞാൻ എണീറ്റ് അടുക്കളയിൽ എത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മോന് കുടിക്കാനുള്ള ചൂടുവെള്ളവും അവനെ കൊണ്ടുപോകാനുള്ള ചോറും ആദ്യം വെക്കും കേട്ടോ. അവനെ അടുപ്പത്ത് ഞാൻ നീറ്റ പാടെ തന്നെ ചൂടുവെള്ളം വെച്ച് പിന്നെ അവനെ കൊണ്ടുപോകാനുള്ള ചോറ് ഞാൻ കുക്കറിൽ ഒരിത്തിരി അരി ഇട്ടിട്ട് കുക്കറിൽ വെക്കും കേട്ടോ. അവന് പിന്നെ ചായേൻ്റെ കടിയൊന്നും കഴിക്കില്ല, അവൻ കഞ്ഞി കുടിച്ചിട്ടാണ് പോവുക. 6:30 ബസ്സിനാവും പോവുക. അപ്പോൾ അവനെ ഉള്ളത് വേഗം റെഡിയാക്കിയിട്ടാട്ടോ പിന്നെ ഞാൻ അടുക്കളത്തെ ചായേൻ്റെയും കടീൻ്റെയും പണിക്കൊക്കെ നിൽക്കുക. അപ്പോൾ അവനങ്ങോട്ട് പോയാൽ പിന്നെ നമുക്ക് പതുക്കെ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് പിന്നെ അവന് ചായേൻ്റെ കടി വേണ്ടല്ലോ, അവൻ കഞ്ഞി കുടിച്ചിട്ട് പോവുക. അപ്പോൾ പിന്നെ അവനങ്ങോട്ട് പറഞ്ഞയച്ചിട്ടോ. അങ്ങനെ പിന്നെ അത് ഞാൻ രാവിലത്തെ ഇന്ന് ഞാൻ ചപ്പാത്തിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കടലക്കറി വെക്കാനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അവന് ചോറിന് ഇതുപോലെ കറിയൊന്നും വേണ്ട കേട്ടോ. അവന് എന്തെങ്കിലും ഉരുളൻകിഴങ്ങ് വറുത്തതോ അല്ലെങ്കിൽ സോയാബീൻ വറുത്തതോ ചിക്കൻ വറുത്തതോ അങ്ങനെയൊക്കെ കേട്ടോ കൊണ്ടുപോകുക. അല്ലാണ്ട് അവന് കറിയൊന്നും കൊണ്ടുപോവുകയില്ല. അവന് കറി പൊതുവേ കൂട്ടില്ല. അപ്പം പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അവൻ അതേട്ടാട്ടോ പോവുക. അപ്പോൾ ഇതാ ഞാനതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കടലക്കറി വെക്കാനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനുണ്ടല്ലോ കടലക്കറി വെക്കുമ്പോൾ കുറച്ച് കടല എടുത്തിട്ട് വേവിച്ച കടലയും ഈ ഉള്ളിയും തക്കാളിയും വഴറ്റിയതും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കും കേട്ടോ. തേങ്ങ അരയ്ക്കുന്ന കറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല. തേങ്ങ അരയ്ക്കാത്ത കറിക്ക് മാത്രമേ കടലക്കറി ആകുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ മിക്സിയിൽ അരച്ചെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കറി മതി കേട്ടോ. കാരണം ഇവിടെ ആരും അങ്ങനെ ഒരുപാട് കറിയൊന്നും കൂട്ടില്ല. അപ്പം ഞാൻ കുറച്ച് കറി തന്നെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ മോളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തി ചിലപ്പോൾ തിന്നാൽ അത്രേ തിന്നുള്ളൂ. തിന്നാൽ തന്നെ ഇല്ലെങ്കിലും അവളും ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടാട്ടോ അവളെയും പറഞ്ഞേക്കാം. അപ്പോൾ എന്താ ഞാനതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കടലിൽ നിന്ന് വേവുന്ന നേരം കൊണ്ട് അത് ചൂടാറിക്കോളുമല്ലോ. മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാനുള്ളതിനെ കൊണ്ടൊന്ന് തണുക്കണമല്ലോ. അപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചിട്ട് ഞാൻ കടല കഴുകി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ കഴുകി വെച്ച കടലേക്ക് ഞാൻ കുറച്ച് ഉപ്പും പിന്നെ വെള്ളവും ഞാൻ അവിടെ അരിഞ്ഞ് വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഞാനതൊന്ന് വേവിച്ചെടുക്കട്ടെ. നമുക്കുണ്ടല്ലോ മോന് സ്കൂളിലേക്ക് നേരത്തെ പോകുന്നതിനെ കൊണ്ട് നമ്മൾ പണികളൊക്കെ നേരത്തെ നീക്കുന്നതിനെ കൊണ്ട് തന്നെ നേരത്തെ പണികളൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ കടല വെന്ത് ഞാൻ അപ്പം ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഒരുപാട് കടല അങ്ങനെയൊന്നും ഞാൻ ഇടുന്നില്ല, കുറച്ച് തന്നെ എടുക്കുന്നുള്ളൂ കേട്ടോ അരയ്ക്കാൻ. ഇങ്ങനെ കറി വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കേട്ടോ. നമ്മൾ സാധാരണ വെറുതെ ഇങ്ങനെ മസാല ഇട്ട് വെക്കുന്നതിനെക്കാട്ടി വേറെ നല്ല നല്ല കട്ടിക്കുള്ള കറിയായി കിട്ടും കേട്ടോ. അപ്പം ഞാൻ അധികം ഇവിടെ തേങ്ങ അരയ്ക്കാറില്ല, ഇങ്ങനെ തന്നെ കേട്ടോ ഇവിടെ കറി വെക്കാറ്. കടലക്കറി ആകുമ്പോൾ ഇങ്ങനെ തന്നെ വെക്കാറ്. നമുക്ക് കറിയൊക്കെ ബാക്കി എന്ത് കറി ആയാലും ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അത് തലേന്ന് ചൂടാക്കിയാൽ ഇവിടെ ആരും കഴിക്കില്ല. അപ്പോൾ പിന്നെ വെറുതെ ഒരുപാട് കറി വെക്കണ്ടല്ലോ വിചാരിക്കും ഞാൻ. അപ്പോൾ ഞാൻ കുറച്ച് കറി തന്നെ വെക്കുന്നുള്ളൂ. ഇനി അതൊക്കെ അരച്ചെടുത്ത് ഞാൻ ഇനി കടുകൊന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. ഞാൻ ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഒന്ന് അടച്ചു വയ്ക്കട്ടെ. അപ്പം പിന്നെ നമ്മൾ ഈ ചുമരിന്മേക്കൊക്കെ വല്ലാണ്ട് തെറിക്കുന്നതൊക്കെ കുറേയൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിയപ്പോൾ ഞാൻ അവിടെ വേവിച്ച് വെച്ച കടലയും കൂടി ബാക്കിയുള്ള കടലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊക്കെ അരയ്ക്കുന്നതിൽ ചേർത്തതിനെ കൊണ്ട് കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർക്കണ്ട. അപ്പം ഞാൻ അത് അരച്ച് വെച്ച പേസ്റ്റ് അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അപ്പം തന്നെ പിന്നെ ഉണ്ടല്ലോ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അടുപ്പത്ത് വെച്ച് അത് നമ്മൾ അടുപ്പത്ത് ഈ ചായേൻ്റെ പണി കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് തിളച്ചെടുത്തോളൂല്ലോ വിചാരിച്ചിട്ട് ഞാൻ മോന് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ ചോറിനുള്ള വെള്ളം അവിടെ വെക്കും കേട്ടോ. പിന്നെ പതുക്കെ കത്തിക്കുള്ളൂ. അപ്പം
ആക്കം പോലെ മതിയല്ലോ വെച്ചിട്ട് അങ്ങനെ സ്പീഡിൽ കത്തിച്ച് വേഗം കൊണ്ട് തിളപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കറി റെഡിയാക്കിന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിരുന്നേ. അപ്പം ഞാനതൊക്കെ ഒന്ന് പരത്തിയെടുക്കട്ടെ. അങ്ങനെ കുറേ ചപ്പാത്തിയൊന്നും ചുടേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് മതി. കാരണം ഞങ്ങൾ ഇനി 3 ആളല്ലേ ഉള്ളൂ. അപ്പം പിന്നെ അധികം ഒന്നും ചപ്പാത്തിയൊക്കെ കഴിച്ചാൽ 2 എണ്ണം 3 എണ്ണം അത്രയൊക്കെ തന്നെ കഴിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് ചപ്പാത്തി പരത്തിയിട്ടുള്ളൂ കേട്ടോ, ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. അപ്പം പിന്നെ ഇതാ ഞാൻ പരത്തലൊക്കെ കഴിഞ്ഞപ്പോൾ ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇത് ഞാനുണ്ടല്ലോ ഈ ആശീർവാദം മേടിക്കലാട്ടോ. അല്ലാണ്ട് റേഷൻ കടയത്തെ ഗോതമ്പ് അത് ഞാൻ മേടിക്കല്ല. ഞാനിവിടെ ഞാൻ അധികം അടുത്തുള്ള വീട്ടിൽ കോഴിയൊക്കെ ഉണ്ട്, അവർക്ക്. കാരണം റേഷൻ കടയത്ത് ഗോതമ്പ് അങ്ങനെ നല്ല ഗോതമ്പ് കിട്ടാറില്ല. കാരണം അധികം ഈ ഇതൊക്കെ വന്ന കുത്താളനൊക്കെ വന്ന് അങ്ങനെ കേട്ടോ കിട്ടാറ്. അപ്പം പിന്നെ വെറുതെ അത് കഴുകി പൊടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ റേഷൻ കടയത്തെ ആ പാക്കറ്റ് പൊടി മേടിക്കലും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ചോറൊക്കെ വെന്തപ്പോൾ ചോറൊക്കെ ഒന്ന് വാർത്തിച്ചു. ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഞാൻ ചായ കുടിക്കാൻ, ചോറ് വാർത്തിച്ചതിന് ശേഷം ഞാൻ പിന്നെ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്നേരെയാണ് പിന്നെ ഞാൻ ചായ കുടിക്കുന്നത്. ഞാൻ രാവിലെ തന്നെ കുളിക്കും കേട്ടോ. അടുക്കളയത്തെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുളിക്കും. പിന്നെ മോളെ ഞാൻ സ്കൂളിലൊക്കെ കൊണ്ടാക്കി മീൻ വാങ്ങി വെച്ചിട്ടായിരുന്നു കേട്ടോ. മോളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയി കൂന്തളായിരുന്നു കിട്ടിയിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട്. മോളങ്ങോട്ട് പോയാൽ പിന്നെ അല്ലെങ്കിൽ ഈ മീനിൽ ഇങ്ങനെ കളിക്കാൻ വേണ്ടി വരുള്ളൂ. അപ്പം പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടോ. ഇനിയിപ്പം നമുക്ക് കാര്യപ്പെട്ട പണികളൊന്നുമില്ല കേട്ടോ. മക്കൾ പോയാൽ തന്നെ നമുക്കിവിടെ വലിയ പണികളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒരു കറി വയ്ക്കുന്ന പണി തന്നെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ പിന്നെ രാത്രിയിലേക്കൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കറി വയ്ക്കുന്നത് കാണിച്ചില്ല. എനിക്കിവിടെ ഒരാൾ വന്നിരുന്നു. പിന്നെ അവരോട് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ കറി വയ്ക്കുന്നതൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാനിതാ പൊട്ടറ്റോ കേട്ടോ വറുത്തത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.